തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നടന്ന വോട്ടർ പട്ടികയിലെ അട്ടിമറി സംബന്ധിച്ച് അതിൻ്റെ പ്രഥമ തെളിവായി തൃശ്ശൂർ MP സുരേഷ് ഗോപിയും സഹോദരനും കുടുംബാംഗങ്ങളും ഉൾപ്പെടെയുള്ളവർ തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിലെ 155 നമ്പർ ബൂത്തിൽ നടത്തിയ അനധികൃതമായ വോട്ട് ചേർക്കൽ, വ്യാജരേഖയും വ്യാജ സത്യവാങ്മൂലവും നൽകി കൊടുത്ത വോട്ട് ചേർക്കലിൻ്റെ എല്ലാ തെളിവുകളും സഹിതം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു ഇൻ്ററിംഗ് റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർ ഭാഗത്തുനിന്നും ആ കേസ് അന്വേഷിച്ച ACP നൽകേണ്ടത്. അന്ന് പറഞ്ഞത് ഇതിൽ കേസെടുക്കാനുള്ള നിയമപരമായ വകുപ്പുകളുണ്ട്, ഇത് ഫോർജറി പ്രകാരം കേസെടുക്കാൻ കഴിയും, അതിനാവശ്യമായ രേഖകൾ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, റിമൈൻഡറും അയച്ചു, ഇതുവരെ ലഭിച്ചിട്ടില്ല, അത് ലഭിക്കുന്ന മുറയ്ക്ക് കേസെടുക്കുന്ന നടപടികൾ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഇൻ്ററിംഗ് റിപ്പോർട്ട് നൽകിയത് പരാതിക്കാരൻ എന്ന നിലയിൽ. അതിന് ആ റിപ്പോർട്ട് നൽകിയ ഉടൻ തന്നെ ആ റിപ്പോർട്ട് നൽകിയ ACP സ്ഥലം മാറ്റി. അതിനുശേഷം പിന്നീട് കേസ് നേരിട്ട് നോക്കിയിരുന്ന് ഞാൻ മനസ്സിലാകുന്ന സിറ്റി പോലീസ് കമ്മീഷണറാണ്. ആ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പോലീസ് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നതായി നമുക്ക് വിശ്വസിക്കാവുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുകയാണ്. ഇന്ന് കോടതിയിൽ ഈ കേസ് വീണ്ടും വന്നു. കഴിഞ്ഞ സമയം കോടതിയിൽ കേസ് അനന്തമായി നീട്ടിവെക്കാൻ വേണ്ടി പോലീസ് ശ്രമിച്ചു. പക്ഷേ എൻ്റെ അഭിഭാഷകൻ്റെ ഇടപെടൽ മൂലം കേസ് ഇന്നെടുത്തപ്പോൾ പോലീസ് അതിനകത്ത് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ഈ കേസ് എടുക്കുന്നതിന് നേരത്തെ കൊടുത്ത ഇൻ്ററിംഗ് റിപ്പോർട്ടിന് വ്യത്യസ്തമായ റിപ്പോർട്ടാണ്. ഇൻ്ററിംഗ് റിപ്പോർട്ട് നൽകിയത് ACP ആണ്. ആ ACP സ്ഥലം മാറ്റി. അപ്പോൾ ഇതിന് പ്രതികളെ സഹായിക്കാവുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് ഇന്ന് കോടതിയിൽ പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. കേസ് 30-ാം തീയതിക്ക് മാറ്റിവെച്ചു. ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് ഇവിടെ നിന്ന് അദ്ദേഹം ആവശ്യപ്പെട്ട് പോയി. അപ്പോൾ ഈ കേസ് പോലീസ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന് തടസ്സം നിന്ന ഇൻ്ററിംഗ് റിപ്പോർട്ട് എനിക്ക് നൽകി ACP സ്ഥലം മാറ്റിച്ചു. അത് കഴിഞ്ഞ് ഈ കേസ് FIR ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തിക്കൊണ്ടിരുന്ന സിറ്റി പോലീസ് കമ്മീഷണർ ഇവിടെ നിന്നും കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് ഇന്നലെ ഉത്തരവ് ഉണ്ടായി. അപ്പോൾ ഇതിനകത്ത് പോലീസ് ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. അത് വലിയ കടുത്ത ദുരൂഹതയുണ്ട്. ഏതായാലും 30-ാം തീയതി ഈ കോടതിയിൽ ഈ കേസ് അതിശക്തമായ രീതിയിൽ ആവശ്യപ്പെടും. ഞങ്ങൾ കോടതിയിൽ ആവശ്യമായ തെളിവുകളെല്ലാം നൽകിയിട്ടുണ്ട്. 2 ഐഡൻറ്റി കാർഡിൻ്റെ നമ്പർ അടക്കം ഞങ്ങൾ നൽകി. അത് കൃത്രിമമായി ഉണ്ടാക്കിയതാണ്. ജനപ്രാതിനിധ്യ നിയമപ്രകാരം 2 ഐഡൻറ്റി കാർഡ് ആളെ കയ്യിൽ വെച്ചാൽ ശിക്ഷാർഹമാണ്. അതിൽ പോലും FIR ഇടാൻ വേണ്ടി പോലീസ് തയ്യാറായില്ല എന്നുള്ളത് ഗുരുതരമായ പോലീസിൻ്റെ ഒത്തുകളിയാണ്. ഈ ഒത്തുകളിയെക്കുറിച്ച് സംസ്ഥാന പോലീസ് പ്രത്യേകിച്ചും ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും ഈ കാര്യത്തിൽ മറുപടി പറയുന്നത് വിശ്വസിക്കുകയാണ്. പോലീസ് എന്തുകൊണ്ടാണ് BJP സ്ഥാനാർത്ഥിയായ MP ആയ സുരേഷ് ഗോപിയെ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഈ കേസ് തെളിയുന്നതോടുകൂടി തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഇതുപോലെ ചേർത്ത 60,000 താഴെയുള്ള അനധികൃതമായ വോട്ടുകളുടെ വിശദാംശങ്ങൾ കൂടി വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി കഴിയും. അതിൻ്റെ ശ്രമത്തിൻ്റെ 1-ാം ഭാഗമാണ് ഞങ്ങൾ കോടതിയെ സമീപിച്ചിട്ടുള്ളത്.